ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സ്വിറ്റ്സർലൻഡിൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഈ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഭയങ്കര കുറവേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലുള്ള ഈ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ പേര് ഫിദെ എന്നാണ് കേട്ടോ. അപ്പോൾ ജർമ്മനിലും ഫ്രഞ്ചിലും ഒക്കെ എക്സാം ഉണ്ട്. നമ്മൾ ഏത് ഏരിയയിലാണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ ലോക്കൽ ലാംഗ്വേജിലാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ വന്ന് 1 ഇയറിൽ നമ്മൾ ബി പെർമിറ്റ് ആണെങ്കിൽ അത് പുതുക്കാനായിട്ട് ഈ 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ A1 പാസ്സാവണം. അപ്പോൾ B1 നമുക്ക് പെർമിറ്റ് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ് ലാംഗ്വേജിൻ്റെ A1 ഓറലാണ്, റിട്ടൺ നമുക്ക് ആവശ്യമില്ല. A1 ഓറൽ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ 5 ഇയർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 ഇയർ കഴിയുമ്പോഴത്തേക്കും ഈ പെർമിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ബി പെർമിറ്റ് മാറ്റിയിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് പെർമിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജോബ് നോക്കുന്നവർക്കും പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ B1 B2 ഒക്കെ ലെവല് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോബിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫിദെ എക്സാം ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് സ്ഥലത്താണോ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അവിടുത്തെ ലാംഗ്വേജിലാണ് നമ്മൾ ഈ എക്സാം ചെയ്യേണ്ടത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നമ്മൾ ചെയ്യുന്ന എക്സാം ഫിദെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് എക്സാമിൻ്റെ കാര്യങ്ങളും അതുപോലെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ റിസോഴ്സസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ഡെൽഫിൻ്റെയാണ് കിട്ടുന്നത്. ഫിദെ ഓക്കെ, നമുക്ക് ഡെൽഫ് പോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്താലും ഓക്കെയാണ്. പക്ഷേ എക്സാം വരുന്നത് വേറൊരു തരത്തിലാണ്. ഡെൽഫിൻ്റെ എക്സാം പോലെയല്ല ഫിദെ എക്സാം ഉള്ളത്, വേറൊരു ടൈപ്പിലാണ് എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് പഠിക്കാനൊക്കെ ഓക്കെയാണ്, ലാംഗ്വേജ് പഠിച്ചെടുക്കാം. ഒരു ബിഗിനറിന് പഠിച്ചെടുക്കാനൊക്കെ ഡെൽഫിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെയാണ്. പക്ഷെ ഒരു എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഡെൽഫിൻ്റെ ആ ഒരു സെയിം വേ അല്ല ഫിദെ വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ള ലാംഗ്വേജാണ്, ഒന്നും അറിയില്ല. പുതിയ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെയുള്ള ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ബേസ് കിട്ടാനുള്ളൊരു പാട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. ആൽഫബറ്റ്സ് ഒക്കെ ABCD പോലെ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പോലെ A to Z ആണെങ്കിലും അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ സൗണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് എന്താണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓൾറെഡി ഞാൻ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് സ്പൗസിനായിട്ട് ഈ കോഴ്സ് നമുക്ക് ഇവർ പേ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ കമ്പനി നമുക്കത് റീഫണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ 40 ക്ലാസ്സസാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് തന്നെ ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള കമ്മ്യൂണിൽ പോയിട്ട് ഞാൻ ഇതുപോലെ അന്വേഷിച്ചപ്പോൾ ഈ കമ്മ്യൂണും നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുമ്പം ഭയങ്കര എക്സ്പെൻസീവാണ്. ഓൾറെഡി നിങ്ങൾക്കറിയാം സ്വിറ്റ്സർലൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കമ്മ്യൂണിൽ നിന്ന് ഈ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് അത്ര എക്സ്പെൻസീവ് അല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇവിടെ നമുക്ക് ഈ കമ്മ്യൂൺ പ്രൊവൈഡ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂറേ ഈ ക്ലാസ് ഉള്ളൂ. അതായത് നമുക്ക് ആഴ്ച 1 അവറാണ് ഈ ക്ലാസ് ഉള്ളത്, 1 വർഷത്തേക്കുള്ള കോഴ്സ്. അപ്പോൾ ഞാൻ A1ൻ്റെ സ്റ്റാർട്ടിങ് A1 ആണല്ലോ. അപ്പോൾ A1ന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഞാൻ കമ്മ്യൂണിൽ നിന്ന് എടുത്തത്. അപ്പോൾ അത് 1 വർഷത്തേക്ക് നമുക്ക് വരുന്നത് 80 CHF ആണ്, 80. ഓക്കെ, അപ്പോൾ അത്ര CHF 1 വർഷത്തേക്ക് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ ആഴ്ചയിൽ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണല്ലോ പോകുന്നത്.
അപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സുകളാണ് എടുക്കുന്ന ഒരു സാറായിരുന്നു. നന്നായിട്ട് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന്, കാരണം ഇവിടെ നമുക്ക് ഈ ക്ലാസ്സിന് അഡ്മിഷൻ കിട്ടാൻ തന്നെ എപ്പോഴാണ് കിട്ടുക എന്നറിയില്ല. കാരണം അവർ ഇവിടെ തുടങ്ങുന്നത് ഓഗസ്റ്റിലാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തത് മാർച്ച് ഏപ്രിൽ ആ സമയത്തെങ്ങാണ്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഞാൻ ജനുവരിയിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസംബറിൻ്റെ ഉള്ളിൽ എനിക്ക് എക്സാം പാസ്സാവണമല്ലോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അഡ്മിഷൻ എനിക്ക് കിട്ടിയത് ഓഗസ്റ്റിലാണ് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ഓഗസ്റ്റിൽ തുടങ്ങി എനിക്ക് ഡിസംബർ ആകുമ്പോഴത്തേക്കും ഈ എക്സാം കൊടുക്കേണ്ടത് കൊണ്ട് അതുമാത്രം കൊണ്ടും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഉറപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ലേറ്റൊക്കെ ആയിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയൊരു സംശയമുണ്ട്. പക്ഷേ ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് ഈ ക്ലാസ് നല്ലതാണ്. അങ്ങനെ ഞാൻ ഈ പുറത്തുനിന്നുള്ള ഒരു സ്കൂളിൽ നിന്നുള്ള ലാംഗ്വേജ് സ്കൂളിൽ നിന്നുള്ള ഒരു ക്ലാസ് എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ കമ്മ്യൂണിൽ നിന്നുള്ള ഈ ക്ലാസ് എടുത്തു. അപ്പോൾ ഈ ലാംഗ്വേജ് സ്കൂളുകളിൽ പോകുമ്പോൾ അവർ കൂടുതലും ഗ്രാമർ പാർട്ടാണ് നമ്മളെ കൂടുതലായിട്ട് ഇവർ പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഓറൽ പാർട്ടാണ് നമുക്ക് ഫിദ എക്സാമിന് വേണ്ടത്. പക്ഷെ ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ഗ്രാമർ പാർട്ടിലാണ്. ഗ്രാമർ നമുക്ക് ആവശ്യമുണ്ട്, കാരണം ആ ഒരു ബേസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്രാമർ പാർട്ട് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ സ്പോക്കൺ പാർട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് ഇമ്പ്രൂവ് ആയില്ല ഞാൻ ഈ കോഴ്സ് എടുത്തിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള IAL ഗ്രൂപ്പിൽ, ഇവിടുത്തെ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, ഒരു ലേഡിയുടെ ഇങ്ങനെ ഫ്രഞ്ച് കോഴ്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. അവരിങ്ങനെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സമയം ഉണ്ടായില്ല. കറക്റ്റ് ഒരു മാസമാണ് എനിക്ക് എക്സാമിന് ഉണ്ടായത് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്ത് പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ ഒരു 20 ക്ലാസ് എടുത്തു. 20 അവേഴ്സ് ഞാൻ പുള്ളിക്കാരുടെ അടുത്തു നിന്നും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. ആ ഒരു ക്ലാസ് കൊണ്ട് മാത്രമാണ് എനിക്കൊരു കോൺഫിഡൻസ് തന്നെ കിട്ടിയത്. എക്സാമിന് പോകാനുള്ളൊരു കോൺഫിഡൻസ് തന്നെ എനിക്ക് കിട്ടിയത് ആ ഒരു ക്ലാസ് കൊണ്ടാണ്. അങ്ങനെ ഞാൻ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഓൺലൈൻ ക്ലാസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ 1 hour ക്ലാസ് ആയിരിക്കും. അത് നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ആ ക്ലാസ് എടുത്തു. ഞാൻ പോയിട്ട് എക്സാം എഴുതി. ഞാൻ എക്സാം അങ്ങനെ ക്ലിയർ ചെയ്തു. എൻ്റെ പ്രിപ്പറേഷൻ ഇതൊക്കെയായിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ കുറേ യൂട്യൂബ് വീഡിയോസ് ഞാൻ കാണുമായിരുന്നു കേട്ടോ. ഈ ലാംഗ്വേജിൻ്റെ തന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കാണുമായിരുന്നു. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവണമല്ലോ, അതിനുവേണ്ടി കുറേ യൂട്യൂബ് വീഡിയോസ് ഞാൻ ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ ഈ ക്ലാസ്സുകളും എല്ലാം കൂടെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് A1 ഓറൽ മാത്രം മതിയായിരുന്നു. പക്ഷെ ഞാൻ ഓറലും റിട്ടണും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് രണ്ടിനും A2 കിട്ടി. A1 ആണ് ഞാൻ പോയത്, പക്ഷെ എനിക്ക് A2 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഈ ലേഡിയുടെ അടുത്ത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ. ഇനി നമുക്ക് എക്സാം എങ്ങനെ ബുക്ക് ചെയ്യാം എന്നാണ് കേട്ടോ. അപ്പോൾ എക്സാം നമ്മൾ ഫിദയുടെ സൈറ്റ് ഉണ്ട്. ഫിദയുടെ സൈറ്റിൽ പോയി കഴിയുമ്പം എക്സാം നടക്കുന്ന സെൻറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ആ സൈറ്റിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും. കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഓൺലൈൻ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ലൊസാൻ ഏരിയയിലായതുകൊണ്ട് ഞാൻ ലൊസാനിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ എക്സാം സെൻറ്റർ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേക സ്ഥലമുണ്ടോ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, എവിടെയാണോ വേക്കൻ്റ് ഉള്ളത് സ്ലോട്ട് ഉള്ളത് അവിടെ ബുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, എനിക്ക് അടുത്തുള്ള ഒരു എക്സാം സെൻറ്ററിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോർമലി ഒരു മാസമൊക്കെ മുമ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കറക്റ്റ് അറ്റപ്പറ്റ സമയത്തൊക്കെ ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ സ്ലോട്ട് നമുക്ക് അവൈലബിൾ ആണോ എന്ന് അറിയില്ലല്ലോ. ചില സമയത്ത് ഉണ്ടാവാറുണ്ട്, സ്ലോട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്താണെങ്കിലും എക്സാം ക്ലിയർ ചെയ്യണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ
അത് നോക്കിയിട്ട് എന്താണെങ്കിലും 1 മാസത്തിന് മുമ്പായിട്ട് തന്നെ ബുക്ക് ചെയ്യണം. അതിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്തിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിടുക. ഇനി എക്സാമിൻ്റെ എമൗണ്ട് എത്രയാണെന്നാണ്. ഓറലും റിട്ടണും കൂടെ നമ്മൾ എഴുതാനായിട്ട് നമുക്ക് വരുന്നത് 250 ഫ്രാങ്ക്സ് ആണ്. 250 ഫ്രാങ്ക്സ് ആണ്. അതിൽ ഓറലിന് മാത്രമായിട്ടാണെങ്കിൽ 170, റിട്ടേൺ മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് 120 ഫ്രാങ്ക്സ്. ഇത്രയാണ് കേട്ടോ വരുന്നത്. ഈ എക്സാമിനെ കുറിച്ച് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഫിദയുടെ സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുന്നുണ്ട്, ജർമ്മനും ഫ്രഞ്ചും. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ഫ്രഞ്ച് ഏരിയ ആയതുകൊണ്ട് ഞാൻ ഫ്രഞ്ച് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്ത് ഞാൻ അറ്റൻഡ് ചെയ്തത് ഫ്രഞ്ച് എക്സാം ആയിരുന്നു. അപ്പോൾ ഈ ഫിദയുടെ സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓറലും റിട്ടണും, ഓറലിൻ്റെയും റിട്ടണിൻ്റെയും ഇത് കിടപ്പുണ്ട്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫിദയുടെ സൈറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ സെയിം പാറ്റേണിൽ, സെയിം ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷെ നമുക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ, ആ സെയിം മോഡൽ, ഇവരുടെ സൈറ്റിൽ കിടക്കുന്ന ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ സെയിം പാറ്റേണിലാണ് നമുക്ക് എക്സാം ഉള്ളത്. അപ്പോൾ ഓറലിനകത്ത് വരുന്നത്, ഓറൽ പാർട്ട്, ഓറലും റിട്ടണും ആണല്ലോ നമുക്ക് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഓറലിനകത്ത് വരുന്നത് സ്പീക്കിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ലിസണിങ്ങും ഉണ്ട്. പിന്നെ റിട്ടണകത്താണ് നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും വരുന്നത്. നോർമലായിട്ട് എങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫിദയിൽ വരുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മൾ ഡെയിലി കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫിദ എക്സാമിന് ടോപ്പിക്സ് ആയിട്ട് വരാറുള്ളത്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളിപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്. കാരണം നമ്മളിപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ A1 നമ്മൾ പോകുമ്പം നോർമലി ഒരാൾ ജോബിന് പോയി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വീട്ടിലുള്ള ആളായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ്, നമ്മുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ, സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ്, നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവിടെയുള്ള കോൺവെർസേഷൻ, അവിടുത്തെ കാര്യങ്ങൾ അത് ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കോൺവെർസേഷൻ, അങ്ങനെ 3 സെറ്റായിട്ടാണ് ഓറൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷോപ്പിംഗ്, ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സാണെങ്കിലും, ഇലക്ട്രോണിക് ഐറ്റംസ്, അല്ലെങ്കിൽ വീട്ടിലോട്ടുള്ള ബാക്കി സാധനങ്ങൾ ഒക്കെ, അങ്ങനത്തെ ഷോപ്പിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഫാർമസിയിൽ പോയിട്ടുള്ള കോൺവെർസേഷൻ, ഫാർമസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ. അതുപോലെ നമ്മുടെ ചുറ്റും ഉള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റ്, നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ലൊക്കാലിറ്റി, അതിനെക്കുറിച്ച്, നമ്മുടെ ലൊക്കാലിറ്റിയിൽ എന്തൊക്കെയാണ് ഉള്ളത്, ലൊക്കാലിറ്റി എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നോർമലി ഇതിൽ വരാറുള്ള ടോപ്പിക്സ്, അവർ ചോദിക്കാറുള്ള ടോപ്പിക്സ്. അപ്പോൾ ഇതിൽ തന്നെ എന്താണ്, ഈ എക്സാം ഓറൽ പാർട്ട് വരുമ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്കൊരു കോൺവെർസേഷൻ വരും. കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ടെൻസും, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനുണ്ടാവും, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ടാവും. ഇല്ലെങ്കിൽ ഇത് ഭാവിയിൽ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ആവുമല്ലോ. അപ്പോൾ ഈ എല്ലാ ടെൻസുകളും നമുക്ക് അറിഞ്ഞിരിക്കണം മെയിനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഇനി ഈ എക്സാമിനെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് എക്സാം നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ഇത് തരാം ഞാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ A1-നാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇവർ സ്റ്റാർട്ട് ചെയ്യുക A2 ലെവൽ വെച്ചിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരൊരു ബുക്ക്ലെറ്റ് തരും. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ബുക്ക്ലെറ്റ് തന്നിട്ട് A2 ലെവലിൽ നിന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ അവർ ഇവാലുവേറ്റ് ചെയ്യും. A2 ലെവൽ ഉണ്ടോ അതോ അതിലും താഴെയാണോ അതോ അതിൻ്റെ മുകളിലാണോ, ഈ A2 വെച്ചിട്ടാണ് അവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മളെ അവർ പറയും, ഓക്കെ നമുക്കിനി B1 ലെവലിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ B1 ലെവലിലോട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകും. അതേസമയം അവർക്ക് ഓക്കെ നമുക്ക് B1 ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ പറയും, ഓക്കെ നമുക്കെന്നാൽ A1 ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ A1-ലോട്ട്
കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെയാണ് A2-ലാണ് എക്സാം അവർ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഈ എക്സാമിനായിട്ട് 2 എക്സാമിനേഴ്സ് ഉണ്ടാവും. നമ്മൾ എക്സാം റൂമിൽ കയറി കഴിയുമ്പോൾ അവിടെ 2 പേരുണ്ടാവും. അപ്പോൾ നമ്മളുമായിട്ട് ഡയറക്റ്റ് കോൺവെർസേഷൻ ചെയ്യുന്ന ഒരാളുണ്ടാവും. അതുപോലെ തന്നെ അയാളുടെ അടുത്ത് വേറൊരു എക്സാമിനറും കൂടി ഉണ്ടാവും. അപ്പം നമുക്ക് ഐ കോണ്ടാക്റ്റ് വേണ്ടത് നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ ഈ നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ആളുമായിട്ടാണ് കേട്ടോ. മറ്റേ ആൾ സൈഡിൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സൈഡിലുണ്ടാവും. അവരുമായിട്ട് നമുക്ക് കോൺവെർസേഷനൊന്നുമില്ല. ഈ ഒരാളായിട്ട് മാത്രമാണ് നമുക്ക് ഈ എക്സാമിൻ്റെ സമയത്ത് കോൺവെർസേഷൻ വരുന്നത്. ഈ എക്സാം അപ്പോൾ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ എക്സാമിനർ അവരുടെ പേര് പറഞ്ഞിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയും നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ കയ്യിലൊരു ഈ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ബുക്ക് ഉണ്ടാവും. അപ്പോൾ എക്സാമിനറുടെ കയ്യിലും ഒരു ബുക്ക് ഉണ്ടാവും, ഒരെണ്ണം നമുക്കും തരും. അപ്പോൾ നമുക്ക് തരുന്ന ബുക്കിനകത്ത് ഈ പിക്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓറലിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓറലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിനകത്ത് കുറേ റിട്ടൺ സംഭവങ്ങളുണ്ടാവും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവും നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ നമുക്ക് തരുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, പിക്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാമിനറിൻ്റെ കയ്യിലുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, നമുക്ക് തരുന്നതിനകത്ത് ഉണ്ടാവില്ല. ഈ പിക്ചേഴ്സ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലിസണിങ്, അപ്പോൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവണം. കാരണം ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളത് വായിക്കുക ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യൻസിന് ഇംഗ്ലീഷ് കുറച്ചും കൂടെ അറിയാവുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. കേൾക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് വായിച്ചിട്ടല്ലേ മനസ്സിലാവുക. ആ സെയിം ഇവിടെയും പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സൈറ്റിലുള്ളതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്നതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, പിക്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ നമ്മളോട് എക്സാമിനറാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഫസ്റ്റ് എക്സാമിനർ നമ്മളോട് പറയും, ഒരു പിക്ചർ നമുക്കുണ്ടാവും. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പിക്ചർ ഉണ്ടാവും. അപ്പോൾ എക്സാമിനർ പറയും ആ പിക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ആ പിക്ചറിൽ എന്താണോ നമ്മൾ കാണുന്നത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കളറുകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്പേഴ്സ്, ചിലപ്പോൾ അതിനകത്ത് ടൈമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഫർണിച്ചറുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പേരുകൾ, ചെയർ, ടേബിൾ, സോഫ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ, ടെലിവിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചിരിക്കണം. കാരണം ആ പിക്ചറിനകത്ത് നമ്മൾ എന്താണോ കാണുന്നത്, ഈ സാധനം അതാണെന്ന് നമുക്ക് പറയാൻ അറിയണമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. മെയിനായിട്ട് എനിക്കൊന്ന് കളേഴ്സ്, നമ്പേഴ്സ്, ഇങ്ങനത്തെ ഫർണിച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാം. വൊക്കാബുലറി ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആ പിക്ചർ നോക്കിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ ഡ്രസ്സുകൾ, ഷർട്ട്, പാൻറ്റ്, സ്കേർട്ട്, ഇതിൻ്റെ എല്ലാം വൊക്കാബുലറി നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പറയാമല്ലോ, ഒരു ലേഡി ഇന്ന കളർ, ഇതൊരു ലേഡിയാണ് ഇവിടെ ഇരിക്കുന്നത്, ഈ ലേഡി റെഡ് കളറുള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, ഈ ലേഡിയുടെ മുടിയുടെ കളർ ഇതാണ്, ഈ ലേഡി ഒരു സെറ്റിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ആ പിക്ചർ വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ തന്നെ അവർക്ക് ഓക്കെ, ഇവർക്ക് കുറച്ചൊക്കെ അറിയാമെന്നുള്ള ഒരു ഇംപ്രഷൻ അവർക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. അതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് അതാണ്, നമ്മൾ ഒരു പിക്ചർ തന്നിട്ട് ആ പിക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറയും ഓക്കെ, ആ പിക്ചറിനകത്ത് 2 പേരുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പം അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും അവരെന്താണ് ആ പിക്ചർ വെച്ചിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ചിലപ്പോൾ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നമ്മൾ പറയുന്നതായിരിക്കില്ല അവർ ഉദ്ദേശിച്ചിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം അവർ നമുക്ക് പറഞ്ഞു തരും, കറക്റ്റ് സിറ്റുവേഷൻ എന്താണെന്ന്. എന്നിട്ട് അതിലൊരു ടെലിഫോണിക് കോൺവെർസേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ
ഇപ്പം എന്താ പറയുക, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കിടക്കുന്നത് ഒരാൾ ഒരു സൈക്കിളിൽ കേടായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഇങ്ങനെ ഒരു ഫോൺ ചെയ്യുന്ന ഒരു പിക്ചർ. അതാണ് ഈ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നത്. അപ്പോൾ അത് മേ ബി അയാളൊരു ഇൻ്റർവ്യൂവിന് പോവാണ്, അപ്പോൾ ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്തൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അപ്പോൾ അതിന് ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറയുക. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവരുദ്ദേശിച്ചേക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഈ പോകുന്ന ഒരാളും ഇവരെങ്ങോട്ടാണോ വിളിക്കുന്നത് അവരും തമ്മിലുള്ള ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ. ഇതാണ് പിന്നെ രണ്ടാമത്തെ സെറ്റ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഫസ്റ്റ് ആ പിക്ചർ എന്താണെന്ന്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ടെലിഫോണിക് കോൺവെർസേഷനാണ് പിന്നെ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെ ചോദിക്കുക. അപ്പോൾ ഇത്രയും ചോദിക്കുന്നത് A2 ലെവലാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഇനി എങ്ങോട്ട് പോകണം, A1 പോകണോ B1 പോകണോ എന്ന് ഇവർ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് A1 പോകുന്നത്. ഇപ്പോൾ B1 പോകുന്നതെന്ന് വെച്ചാൽ പിന്നെയും കുറച്ചും കൂടെ ഹാർഡായിക്കൊണ്ടിരിക്കും ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. A1 പോകാമെന്ന് വെച്ചാൽ വേറെ ഒരു 4 പിക്ചർ നമ്മളെ കാണിച്ചു തരും. 4 പിക്ചേഴ്സ് ഉണ്ടാവും. എന്നിട്ട് ആ പിക്ചറിനെ കുറിച്ച് ഈ 4 പിക്ചറും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. മീൻസ് കണക്ഷൻ ഉണ്ടാവും കേട്ടോ. ഈ 4 പിക്ചറും തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു പിക്ചറാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ പിക്ചേഴ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ പിക്ചർ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൻ്റെ ഒരു കുഞ്ഞൊരു കോൺവെർസേഷൻ അത്രേ ഉണ്ടാവുള്ളൂ. അതാണ് A1. ഓക്കെ, ഇത്രയാണ് എക്സാമിൻ്റെ ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു സ്ട്രക്ചർ. ഈ ഫിദ എക്സാമിൻ്റെ മൊത്തത്തിലൊരു സ്ട്രക്ചർ ഇതാണ്. അപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ലെങ്ത് ഉണ്ട് കേട്ടോ വീഡിയോ. അപ്പോൾ ഞാനോർത്ത് ഇത് 2 ആക്കിയിട്ട് ഇടാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ എക്സാമിന് പോയിട്ട് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസും എൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.